അതായത് മുൻകൂട്ടി ഒരു നോട്ടീസ് പോലും തയ്യാറാവാതെയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. അപ്പോൾ തികച്ചും ഒരു കള്ളക്കേസ് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം നോട്ടീസ് തരാൻ ശ്രമിച്ചു, എന്നിട്ട് അത് കൈപ്പറ്റിയില്ല എന്നുള്ളതാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയ കള്ളമാണ്. കാരണം ഞങ്ങള് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് വീട്ടിൽ വന്ന് അപ്രതീക്ഷിത ബെല്ലടിച്ചിട്ട് കൂടെ വരണം എന്ന് പറഞ്ഞപ്പം രാഹുൽ ചേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് എപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന്. അപ്പം അത്രയും പോലും നമുക്ക് ഒരു ഐഡിയ ഇല്ലാതെ, എന്നാൽ ഞങ്ങൾക്ക് അപ്പൊ ചോദിക്കാമായിരുന്നു, നോട്ടീസ് ഇല്ലേ, നിങ്ങൾ എന്താ നോട്ടീസ് തരാത്ത, എന്നെ അറസ്റ്റ് ആണോ എന്താ, അതൊന്നും ചോദിക്കാതെ അതിന് മുമ്പേ പറഞ്ഞു പോയി കുറച്ച് സമയത്തിനുള്ളിൽ തിരിച്ചു വരാം. അങ്ങനെ ഒരു ഫീൽ ആണ് നമുക്ക് വന്നത്. അവർ അവിടെ എവിടെയും തൊടാതെയാണ് സംസാരിച്ചത്. പക്ഷെ രാഹുൽ ചേട്ടൻ ഒരു നോട്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാലോ, നോട്ടീസ് കൊടുത്ത് ഹാജരാവണം എന്ന് തന്നെ ആണ് അതിന്റെ നിയമം. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല. ശരി, അത് ചെയ്തില്ല, പോട്ടെ, അതിന് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ നോട്ടീസ് അവർ തരാൻ ശ്രമിച്ചിട്ട് ഞങ്ങൾ കൈപ്പറ്റിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇത്രയും കള്ളത്തരം എങ്ങനെ പറയാൻ പറ്റും. അപ്പം അതിന് എതിർത്ത് പ്രതിഷേധിച്ചാണ് രാഹുൽ ഇപ്പം ജയിലിൽ നിരാഹാര സമരം ചെയ്യുന്നത്. മാത്രമല്ല ഇതൊരു കോസാണ്. ഇപ്പം ശബരിമല വിഷയത്തിൽ ഒരു വലിയൊരു വിവാദം 2019 ഉണ്ടായിരുന്ന സമയത്താണ് രാഹുൽ ഇതുപോലെ ജയിലിലായത്. അതും ഒരു കോസായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ തന്നെ ഇത് ഞങ്ങൾക്ക് 2 ആൺകുട്ടികളാണ്. അപ്പൊ നാളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ അമ്മമാരുണ്ടോ, നിങ്ങളുടെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഭാവിയിലൊന്ന് ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പോ ഒരു പെൺകുട്ടിയുമായി ഒരു സ്നേഹബന്ധമോ ഉണ്ടായി, പിന്നീട് ആ പെൺകുട്ടി തിരിഞ്ഞ് ഈ പുരുഷൻ നിങ്ങളുടെ മകനെ കുറ്റപ്പെടുത്തിയാൽ അതെങ്ങനെയാണ് മകന്റെ കുറ്റമാവുക എന്ന് പോയി ചോദിക്കാൻ ആ മകന് വേണ്ടി ഒരു സംഘടന വേണ്ടേ? നമുക്ക് വനിതകൾക്ക് വനിതാ കമ്മീഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ പുരുഷ കമ്മീഷനെ എതിർക്കുന്നു? അതിന്റെ എതിർക്കേണ്ട ആവശ്യമില്ല. അവർക്കും അങ്ങനെ തന്നെ വേണമെന്ന് ഉള്ളൊരു. അപ്പൊ അതിനൊക്കെ കൂടിയാണ് ഈ ഇത് ചെയ്യുന്നത്. അങ്ങനെ എതിർത്തുകൊണ്ട് മനഃപൂർവ്വമായിട്ട് കള്ളക്കേസിൽ കൊടുത്തി. അതും പല കാരണങ്ങളും ഉണ്ടാവും. ഇപ്പൊ പിന്നെ ശബരിമലയിലെ മോഷണത്തിന്റെ വിഷയം നടക്കുവാണല്ലോ. അപ്പൊ അതില് ശ്രദ്ധ കംപ്ലീറ്റ് പോയില്ലേ? അപ്പൊ അതിലിങ്ങനെ എനിക്കറിയില്ല, അപ്പൊ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ആലോചിക്കേണ്ടി വരികയാണ്. ഇനി അതിലെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത്? കാരണം 5 പ്രതികൾ ഉള്ളതില് രാഹുൽ ചേട്ടൻ 4ഓ 5ഓ മറ്റോ ആണ്. മറ്റാരും അറസ്റ്റ് ചെയ്തിട്ടില്ല. രാഹുൽ ചേട്ടനെ തന്നെയാണ് ആദ്യമേ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെയൊക്കെയോ ഇതിൽ നിന്നും ആ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണോ എന്ന് നമ്മൾ ആലോചിച്ചു പോവാണ്. അതായത് അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, അറസ്റ്റ് എന്ന് പറയാതെ ഇപ്പൊ റിമാൻഡിലോ കിട്ടിയേക്കാണ്. അതായത് ഇലക്ഷൻ കഴിയുന്നത് വരെ. അതിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന? ഇലക്ഷൻ കഴിയുന്നവരെയൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പൊ എനിക്കറിയില്ല ഗൂഢാലോചന ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ശബരിമല ഒരു സൈഡിലുണ്ട്. പിന്നെ രണ്ടാമത് എന്താ പറയാ, ഇങ്ങനെ ഒരു പൊളിറ്റിക്കലായിട്ട് മോട്ടിവേറ്റഡ് ആയ ഒരു കേസ് ആവാനുള്ള സാധ്യത വളരെ ഹൈ അല്ലേ? കാരണം ഇതില് ഒരു പക്ഷത്ത് നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളാണല്ലോ. അപ്പം അത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിക്കൂടാ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ അതില് ഇപ്പൊ വിക്ടിമായിരിക്കുന്നത് രാഹുൽ ഈശ്വർ ആണ് എന്നുള്ളത്. നീതി ആർക്കായിരിക്കും? ഇപ്പൊ ഇതില് ഇര എന്ന് പലരും പറയാറുണ്ട്. ഇരയുടെ പേര് പറഞ്ഞു. ഇതിൽ ഇര എന്ന് പറയുന്നത് നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഒരു വ്യക്തിയാണ്. ഇതിൽ 2 വ്യക്തികളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഒന്ന് പെൺകുട്ടിയും ഒന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനും. ഈ പെൺകുട്ടിയുടെ എന്ത് പറയുന്നതിനേക്കാൾ മുൻപേ ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വിലയിരുത്തി വിധി എഴുതി കഴിഞ്ഞിരുന്നല്ലോ. കോടതി എന്തെങ്കിലും പറയുന്നതിന് മുൻപേ രാഹുൽ മാങ്കൂട്ടത്തിന് വിധി എഴുതി. ശരിയാവാം, തെറ്റാവാം, പക്ഷെ അതിന് നമുക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഈ പെൺകുട്ടിയുടെ പേരോ ഐഡന്റിറ്റിയോ പറയാതെ ആ പെൺകുട്ടി പറയുന്നതിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെ തെറ്റാവും? ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് എന്ത് അതിശയവും പറയാൻ ആർക്കും ഒരു കുഴപ്പമില്ല. കാരണം അദ്ദേഹം ഒരു പുരുഷനാണ്. പക്ഷെ ഒരു സ്ത്രീയുടെ പേരോ ഐഡന്റിറ്റിയോ ഒന്നും പറയാതെ ആ സ്ത്രീ പറഞ്ഞതിലെ കളവ് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ രാഹുൽ ഈശ്വർ അറസ്റ്റിൽ പോകുന്നത്. ഇത് തന്നെയാണ് മെൻസ് കമ്മീഷൻ വേണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ കാരണം. ഇത് തന്നെയാണ്. നമ്മുടെ ലോ വളരെ ബയസ്ഡ് ആണ് ടു വൺ സൈഡ്. ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പോയി പറയാൻ ഒരുപാട് അവന്യൂസ് ഉണ്ട്. പക്ഷെ പുരുഷന്മാർക്ക് അത് പാടില്ല, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അത് വേണമെന്ന് പറയുന്ന ഒരാളെ എങ്ങനെ നമുക്ക് സൈലൻസ് ചെയ്യാൻ പറ്റും? അത് മാത്രം എനിക്ക് ചോദിക്കും. അത് തുടരുവാണ്. ഇന്നലെ രാത്രി തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ കണ്ടിട്ട് വരുവാ, ഒന്നും കഴിച്ചിട്ടില്ല. അതായത് ഇനി മുന്നോട്ട് ഹൈക്കോടതി അത് നമ്മളിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കാം. അത് നിരാഹാരം ഇപ്പൊ ഞങ്ങൾ എന്തായാലും തുടർ നടപടികളായിട്ട് പോവാണ്. അത് സെഷൻസ് വേണോ ഹൈക്കോടതി വേണോ എന്നുള്ളത് അഡ്വക്കേറ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് തീരുമാനം ആയിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്യും. എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യണം എന്നാണ്. പിന്നെ ആലോചിച്ചിട്ട് ചെയ്യാം എന്നുള്ളൊരു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇല്ല, പിന്നെ ഒന്നും അവർ കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നത് ലാപ്ടോപ്പ് ആയിരുന്നു. ലാപ്ടോപ്പ് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ടുമാണ് നമുക്ക് ബെയിൽ റിജക്റ്റ് ആയത്. അതാണ് നമുക്ക് മറ്റൊരു അതിശയം. കാരണം അവർക്ക് വേണ്ട ഡിവൈസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് വീണ്ടും ഇങ്ങനെ ബെയിൽ റിജക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്.
അപ്പൊ പിന്നീട് അവർ വേറൊരു ആവശ്യം ആയിട്ട് വന്നിട്ടില്ല. ശരി, ഓക്കെ, താങ്ക് യു.